കെയർ ഓഫ് പേഷ്യൻസ് COP 13A, സേഫ്റ്റി ഓഫ് ഹോസ്പിറ്റൽസ് എന്ന് പറഞ്ഞതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട സ്റ്റാൻഡേർഡുകളിൽ ഒരെണ്ണമാണ് COP 13. അതിലെ 10 ഒബ്ജക്റ്റീവ് എലമെന്റിലെ ആദ്യത്തെ ഒബ്ജക്റ്റീവ് എലമെന്റ് നമുക്ക് തരുന്ന നിർദ്ദേശം അനസ്തേഷ്യ സർവീസസ് ആർ പ്രൊവൈഡഡ് ഇൻ എ കൺസിസ്റ്റന്റ് മാനർ എന്നതാണ്. അവിടെ ഒരു സ്റ്റാറൊക്കെ വെച്ചിട്ടുണ്ട്. കാരണം ഈ അനസ്തേഷ്യ സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്നതിന് കൃത്യമായൊരു ഡോക്യുമെന്റഡ് സ്ട്രക്ചർ ഉണ്ടാവണം. കൃത്യമായ റിട്ടേൺ ഗൈഡൻസ് അനുസരിച്ച് ആണ് അതിൻ്റെ സ്റ്റാൻഡേർഡ്സ്, ഗൈഡ് ലൈൻസ് നമ്മളുടെ എക്സ്പീരിയൻസിൽ നിന്നാണെങ്കിൽ പോലും നടപ്പിലാക്കേണ്ടുന്നത്. ചിലപ്പോൾ നമ്മുടെ ഹോസ്പിറ്റലിലെ അനസ്തേഷ്യ ഡിപ്പാർട്ട്മെന്റ് വെൽ എക്സ്പീരിയൻസ്ഡ് ആയിരിക്കും, അനസ്തെറ്റിക് സർവീസസും വെൽ പെർഫോമിംഗ് ആയിരിക്കും. അതിൽ നിന്ന് നമ്മൾ ഡിറൈവ് ചെയ്തെടുത്ത നമ്മുടെ ഓൺ ഗൈഡൻസ് ഉണ്ടാവാം. അങ്ങനെ ആണെങ്കിൽ പോലും ആ ഗൈഡൻസ് റൈറ്റ് ചെയ്ത് ഡോക്യുമെന്റ് ആക്കപ്പെട്ടിട്ട് വേണം മുന്നോട്ട് പോകാനായിട്ട്. സോ കൃത്യമായ ഹോസ്പിറ്റലിൻ്റെ ആധികാരിക ഡോക്യുമെന്റേഷൻ്റെ പാർട്ടായിരിക്കണം അനസ്തേഷ്യ സർവീസസ് എന്നതാണ് COP 13A, COP 13A നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നമ്മുടെ ഹോസ്പിറ്റൽ സേഫ്റ്റിയെ നമ്മൾ ഫോക്കസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഹോസ്പിറ്റലിലെ ട്രീറ്റ്മെൻറ്റ് ക്വാളിറ്റി ഹോസ്പിറ്റൽ ഗൈഡ് ലൈൻസിൻ്റെ ഭാഗമായിരിക്കണം. അനസ്തേഷ്യ എങ്ങനെയാണ് കൊടുക്കേണ്ടത്, അനസ്തേഷ്യ സർവീസസ് സേഫ്ലി ആണ് കൊടുക്കേണ്ടത്, അത് ഒരു കൺസിസ്റ്റന്റ് മാനറിലാണ് കൊടുക്കേണ്ടതെന്നതിന് കൃത്യമായി എഴുതപ്പെട്ട നിർദ്ദേശങ്ങൾ ഡോക്യുമെന്റ് പ്രിപ്പയർ ചെയ്യണം എന്നതാണ് 13A, COP 13A.